ഇപ്പൊ എവിടെ നോക്കിയാലും സോളാർ ഇല്ലാത്ത വീടില്ല. ഈ സംഗതി വെച്ചാൽ എന്തെങ്കിലും മെച്ചുണ്ടോ? എല്ലാരും എന്താ ഇപ്പൊ ഇതിലേക്ക് തിരിയുന്നതെന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. നമസ്കാരം. നിങ്ങൾക്ക് ഇത് ഇങ്ങനെ സെറ്റ് ചെയ്തതുകൊണ്ട് എന്തെങ്കിലും ലാഭമുണ്ടോ? എന്താണ് ഇതിന്റെ അവസ്ഥ? ലാഭം എന്താ വെച്ചാൽ 3500-4000 വരെ കറണ്ട് ബില്ല് വന്നിരുന്നതാണ്. ഇപ്പം 300-400 വരെയാണ് വരുന്നത്. കുന്നുമംഗലം അഡ്വക്കേറ്റ് ശ്രീകാന്ത് സാറെ വീട്ടിലും സോളാർ പാനൽ വെച്ചിട്ടുണ്ട്. സാറിന്റെ ഒരു അഭിപ്രായം നമുക്ക് ചോദിക്കാം. ഈ സോളാർ ഇവിടെ ചെയ്തതിനു ശേഷം സാറിന് എന്തെങ്കിലും ലാഭമുണ്ടോ അല്ലെങ്കിൽ നഷ്ടമാണോ? ഞങ്ങൾക്ക് ആദ്യം ഒരു കറണ്ട് ബില്ല് ഒരു 3000-3500 രൂപയൊക്കെ വരുന്നുണ്ടായിരുന്നു. ഒരു മിനിമം ചാർജ് മാത്രമേ വരുള്ളൂ. ഇവരെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഫിറ്റിംഗ് നല്ലായിരുന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ 3500 രൂപയോളം കറണ്ട് ബില്ല് വരുന്നപ്പോൾ തീരെ അല്ല എന്നാണ് പറഞ്ഞത്. അതിന് നമ്മൾ എത്ര രൂപ ചിലവാക്കേണ്ടി വരും? ഏകദേശം 1.5 ലക്ഷം റുപ്യന്റെ അടുത്ത്. ഇപ്പോഴത്തെ നിലവിൽ ഇപ്പോൾ പാനലിന് റേറ്റ് ഒക്കെ കൂടിയത് കൊണ്ട് 1.5 ലക്ഷം രൂപയുടെ അതിന് ഈ 3500 രൂപ മാത്രമാണോ കുറയുക അല്ലെങ്കിൽ ഇനിയും കുറയാനുണ്ടാവും? ഇത് 6000 വരെ ബില്ലുള്ളവർക്ക് 0 ആയി കിട്ടും. ഏകദേശം 75,000 രൂപ ഇതിന് തന്നെ കുറയൂലേ? 58,000 രൂപ സബ്സിഡി ഉണ്ട്. നമ്മളത് കുറച്ചിട്ടാണ് ഇവിടെ ചെയ്ത് കൊടുത്തത്. മഴക്കാലത്ത് ഇതിന്റെ പ്രൊഡക്ഷൻ തീരെ ഉണ്ടാവില്ലേ? മഴക്കാലം നമ്മളെ സോളാർ പാനലിന് ഒരു ബാധകമല്ല. സൺലൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവും. പിന്നെ വേനൽക്കാലത്തുള്ള ആ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. മഴക്കാലത്ത് അതിൻ്റെതായ ഇതിൽ കുറവ് വരും. പിന്നെ നമ്മൾ ഉപയോഗത്തിലും കുറവ് വരുമല്ലോ. AC കാര്യങ്ങളൊന്നും മഴക്കാലത്ത് നമ്മൾ യൂസ് ചെയ്യും കുറവായിരിക്കും. ഈ വീടുകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളത് കാലിക്കറ്റ് സോളാർ സൊല്യൂഷൻ ആണ്. ഒരു ഓഫീസ് വരുന്നത് മുക്കം ഓമശ്ശേരി റൂട്ടിൽ നീലേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കാലിക്കറ്റ് സോളാർ സൊല്യൂഷന്റെ ഓണർ നമ്പർ എന്തായാലും ഞാൻ കൊടുക്കാം. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രോം IML.